ഈ ഒരു സബ്സ്റ്റൻസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റം എന്താണ് സംഭവിക്കുന്നത്? ശരി, നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആളുകൾ പറയും, സാറേ ഞാൻ ഇയാളെ 1 മാസം ട്രീറ്റ് ചെയ്തു, എന്നിട്ട് ഇയാൾ പോയിട്ട് 2ാമത്തെ ആഴ്ച ഇയാൾ പിന്നെയും കുടിച്ചല്ലോ. ഈ അഡിക്ഷനുള്ള പേഴ്സണെ മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഏജൻസി എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് നമ്മളതിനെ കഴിഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സബ്സ്റ്റൻസ്, അത് ഏത് തരം സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡിക്ഷൻ ജനറലി പറയുന്ന ഒരു ടൈം, ഈ ഒരു സബ്സ്റ്റൻസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റം എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവൻ്റെ മസ്തിഷ്കമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മുടിക്കും സ്കിന്നിനും കൊടുക്കുന്ന, പല്ലിനും കൊടുക്കുന്ന പരിഗണന പോലും നമ്മളാക്കുന്ന നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ദുരന്തം. മാനസിക രോഗം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഫങ്ഷനിങ്ങിന് ഉണ്ടാകുന്ന ഡിസോർഡറാണ്. അപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് നമുക്ക് ലഹരികൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. വല്ലപ്പോഴും നമ്മുടെ തലച്ചോറിനെ പറ്റിച്ച് ഒരു സന്തോഷാവസ്ഥ, ഉന്മാദാവസ്ഥ ഉണ്ടാക്കാനായിട്ട് മനുഷ്യ കണ്ടുപിടിച്ച ചില സൂത്രപ്പണികളാണ് ഈ പറയുന്ന ലഹരികളൊക്കെയും. അത് എല്ലാ കൾച്ചറിലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ലഹരി ഉണ്ട്. പക്ഷെ ഇത് വല്ലപ്പോഴും ഒരു രസത്തിന് വേണ്ടിയിട്ട്, ഒരു ഉന്മാദാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനത്തെ നമുക്കറിയാം ഒരു അസുഖമായി മാറുന്ന അവസ്ഥയാണ്. അത് തലച്ചോറിനാണ് ഈ അഡിക്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് വരുമ്പോൾ അത് അയാളുടെ സ്വാഭാവികമായിട്ടുള്ള തലച്ചോറിന്റെ ഫങ്ഷനിങ്ങിനെയാണത് ബാധിക്കുന്നത്. അവിടെ നിന്നിട്ട് ജഡ്ജ്മെന്റ് തന്നെ തെറ്റുമാണ്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, കള്ളും കരളും ഓക്കെ, നമ്മുടെ പുകവലിയും ലങ്സും ആയിട്ടുള്ള കണക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. നമ്മുടെ സിനിമ തുടങ്ങുമ്പോഴൊക്കെ ഇത് കാണിക്കും. പക്ഷേ ഞാനൊക്കെ പറയുന്നത്, നിങ്ങളുടെ കരളിനെ കഴിഞ്ഞും നിങ്ങളുടെ ലങ്സിനെ കഴിഞ്ഞും നിങ്ങൾക്ക് നിങ്ങളുടെ തനിമ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ്, നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട, നിങ്ങൾ എന്തിനെയാണോ മനസ്സിലാക്കേണ്ട, ആ തലച്ചോറിന് സംഭവിക്കുന്ന അപഭ്രംശമാണ് അഡിക്ഷൻ്റെ ഏറ്റവും വലിയ സംഗതി. ഇനി ഒരിക്കൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇസ് ഫോർ എവർ എന്നുള്ള ഒരു വലിയ ദുരന്തവും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഞാനൊരു ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിതത്തിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആളുകൾ പറയും, സാറേ ഞാൻ ഇയാളെ 1 മാസം ട്രീറ്റ് ചെയ്തു, എന്നിട്ട് ഇയാൾ പോയിട്ട് 2ാമത്തെ ആഴ്ച ഇയാൾ പിന്നെയും കുടിച്ചല്ലോ. അതായത് അസുഖം മാറുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അത് അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു ക്രോണിക് സ്റ്റേറ്റ് ആണ്, ബ്രെയിൻ സ്റ്റേറ്റ് ആണ്. ഇപ്പം നമ്മൾ ഡയബറ്റിക് ആവുക എന്നൊക്കെ പറഞ്ഞ പോലെ, വൺസ് ഡയബറ്റിക് ആയ ഒരാൾക്ക് മരുന്ന് കഴിച്ചും ജീവിതശൈലി കൊണ്ടും അയാളുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ അയാൾ അസിംറ്റമാറ്റിക് ആയിരിക്കും. എന്നതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് സബ്സ്റ്റൻസ് ആണോ അയാൾ അഡിക്റ്റ് ആക്കിയത്, അതിനകത്തുനിന്ന് അയാൾ അബ്സ്റ്റിനൻ്റ് ആവണം, അയാൾ വിട്ടു നിൽക്കണം. വിട്ടു നിന്നാൽ അയാൾ നോർമൽ പേഴ്സണായി. പക്ഷെ എപ്പോഴയാൾ അത് ഉപയോഗിച്ചോ അയാളുടെ ബ്രെയിൻ ബാലൻസ് പിന്നെയും തെറ്റും. അപ്പം അതുകൊണ്ട് ഈ ഒരു റിയാലിറ്റി അവരെ ബോധ്യപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കള്ള് കുടിക്കാതിരിക്കാൻ ആർക്കും പറ്റും. ഇവിടെ വരുന്നൊരു ചോദ്യം, എല്ലാവരും മദ്യപിക്കുന്നുണ്ട്, അതായത് മദ്യപിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, എല്ലാവർക്കും ട്രീറ്റ്മെന്റ് വേണ്ടല്ലോ, എന്തിന് എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കിയത്? എക്സാക്ട്ലി, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതിലൊരു യാഥാർത്ഥ്യം ഇതാണ്. ഇപ്പം WHO കണക്കൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഒരു 100 പേര് മദ്യപിക്കുന്നെങ്കിൽ അതിൽ 7 പേരാണ് ആൽക്കഹോളിക് ആവുന്നത്. ഒരു 93 പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒക്കേഷണലി മാത്രം, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ ഞാൻ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാൻ സിറ്റുവേഷനലി ഒക്കേഷണലി ഞാൻ ഉപയോഗിക്കുന്നു. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ഞാൻ എപ്പോഴും ഒരു വൾണറബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് വന്നാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ സബ്സ്റ്റൻസിലേക്ക് പോകും. അതുകൊണ്ടാണ് സോഷ്യൽ ഡ്രിങ്കർ ഫോൾ ഇൻ ടു എ ഫുൾ ആൽക്കഹോളിക് ഡ്രിങ്കറായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മളിവിടെ ആൽക്കഹോളിക്സിനോട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവരോട് പറഞ്ഞ ചോദ്യം എപ്പോഴും ചോദിക്കും. അപ്പം അവിടെയാണ് നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതായത് ഒരു പ്രീ കണ്ടംപ്ലേഷനിൽ നിന്നും കണ്ടംപ്ലേഷനിലേക്ക് ഒരാളെ നയിക്കുക, മോട്ടിവേഷൻ. അപ്പം അതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അയാൾ വളരെ ചോദിക്കുന്ന ചോദ്യം നമ്മളെ ചലഞ്ച് ചെയ്തുള്ളായിക്കോട്ടെ, അല്ലെങ്കിൽ ജെനുവിൻ ആയിക്കൊള്ളട്ടെ, പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതായത് ഇപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഡോക്ടേഴ്സ് തന്നെ
കള്ളു കുടിക്കുമല്ലോ, പിന്നെ അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? പക്ഷെ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരാൾക്കൊരു ഒരു ഒരു സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫങ്ഷനിങ് ഉണ്ട്. ആ സോഷ്യൽ ഫങ്ഷനിങ്ങിന്, പേഴ്സണൽ ഫങ്ഷനിങ്ങിന് ഈ ലഹരി തടസ്സമാകുന്നില്ലേ? ഉണ്ടെന്നുള്ളതിന് ഞാൻ കുറെ എവിഡൻസുകൾ കാണിച്ചു തരാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബയോളജിക്കൽ ടെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ ബയോളജിക്കൽ ടെസ്റ്റ് എടുത്താൽ അതിനകത്ത് നിങ്ങളുടെ ലിവർ ഫങ്ഷനിങ് എങ്ങനെയാണ്, കിഡ്നി ഫങ്ഷനിങ് എങ്ങനെയാണ്, നിങ്ങളുടെ ഷുഗറിന്റെ ലെവൽ എങ്ങനെയാണ്, നിങ്ങൾ നോക്കിക്കേ. ഇതിനുള്ള കാരണം ആൽക്കഹോളിക്കാണ്. ഇനി അത് ആൽക്കഹോൾ ആണെന്ന് ഞാൻ എവിഡൻസ് തരാം. പ്രധാനപ്പെട്ട ഒരു ഡിസ്ഫങ്ഷൻ കൂടെ ഉണ്ട്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ. എക്സാക്ട്ലി. ഓക്കെ, ഇനി അടുത്ത ലെവലിലേക്ക് വന്നാൽ നിങ്ങളുടെ ഫാമിലി എടുത്തു വയ്ക്കുക. ഫാമിലി ഫങ്ഷൻസ് നോർമലാണോ? നിങ്ങളുടെ ഒക്കുപേഷൻ ഫങ്ഷൻ നോർമലാണോ? അപ്പം ഇതിനൊക്കെയുള്ള പ്രധാന, പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫങ്ഷനിങ് ആയിരുന്ന ഒരു ലെവൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ആൽക്കഹോളിക് ആയിരുന്നില്ല. അപ്പൊ ദിസ് ഈസ് ദ വേ. ഈ ചലഞ്ചുകൾ നല്ലതാണ്, പക്ഷെ പലപ്പോഴും നമ്മുടെ കൾച്ചറിൽ ഇതൊരു ദന്തയുദ്ധമാണ്. എന്നെ തെറപ്പിസ്റ്റിനെ തോപ്പിക്കാൻ വേണ്ടി ക്ലയന്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ക്ലയന്റിനെ തോപ്പിക്കാൻ വേണ്ടി തെറപ്പിസ്റ്റ് മറുപടി പറയുന്നു. പക്ഷെ അതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുമിച്ച് ഒരു ജേണിയാണ്. ഓക്കെ, അപ്പൊ അയാളെ ഗൈഡ് ചെയ്ത് ആ മോട്ടിവേഷനിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളെ പറഞ്ഞു തിരുത്തുന്നതിന് പകരം അയാളോടൊപ്പം തന്നെ ചിന്തിച്ച് അയാളുടെ കൂടെ എന്നിട്ട് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ കൗൺസിലേഴ്സ് ആണെങ്കിലും പലപ്പോഴും ഈ മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് ചെയ്യുന്നതിനകത്ത് പലപ്പോഴും എറേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ആ ക്ലയന്റിൽ ഒരു ചേഞ്ചിങ് തോട്ട് ഉണ്ടാക്കാൻ പര്യാപ്തമാണോ? ഒരു പ്രൊവോക്കേഷൻ എന്ന് വെച്ചാൽ അത് പലപ്പോഴും ഓർക്കുക, പലരും അൺവില്ലിങ് ആയിട്ടായിരിക്കും ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നത്. അപ്പം ഈ വന്നിട്ടുള്ള ഇപ്പം പലപ്പോഴും ട്രീറ്റ്മെന്റിൽ ഏറ്റവും വലിയ ചലഞ്ച് അയാൾ അഡ്ഹറന്റ് ആക്കുക എന്നുള്ളതാണ്. വെച്ചാൽ ഇതിനൊന്ന് ഞാൻ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, അയാൾ വന്നിട്ട് 2 ആഴ്ച മുഴുവൻ എന്തിനെന്നെ കൊണ്ടുവന്നു, എന്തിനെന്നെ ഈ ഭ്രാന്തന്മാരുടെ കൂടെ ഇട്ടു എന്ന രീതിയിലുള്ള ഡിഫൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഡിഫൻസിനകത്തൊന്ന് മാറി അവരെ ഒന്ന് ഈ ഫോക്കസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലി നല്ല സ്കിൽഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കൊന്ന് പലരും സാർ ഇപ്പൊ ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, പലരും അവരെ തന്നെ കാണുന്നത് അവര് നോർമലും, അത് ആരായാലും, ഇപ്പൊ ഞാനായാലും നാളെ ഞാനൊരു ഡ്രഗ് ഉപയോഗിച്ചിട്ട് ഒരു റീഹാബിൽ ചെന്നാലും എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതായിരിക്കും, ഞാൻ നോർമലാണ്, അവർക്കാണ് പ്രശ്നം. ഇതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടെന്നും ആ റിയാലിറ്റിയിലേക്ക് വന്ന് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സിറ്റുവേഷനിലേക്ക് വരാൻ സമയം എടുക്കും. അപ്പൊ ആ ഒരു റെഡിനെസ് അവർക്ക് വരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയാണ്. പക്ഷെ അതിനകത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ചിലർ ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ള ക്ലയന്റ് ആയിരിക്കും, ചിലർ ഈസിലി കംപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും. ബട്ട് ഇറ്റ് ഇസ് എ ജേർണി. ചിലപ്പം ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ ആദ്യത്തെ തവണ അഡ്മിറ്റ് ആയ സമയത്ത് വല്ലാണ്ട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ആളുകൾ, പക്ഷെ അടുത്ത തവണ റിലാപ്സ് ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ സാർ അന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, തിരിച്ചത് കൂടുന്നുണ്ട്, മരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾക്കൊരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമുക്ക് ഒരു അഡിക്ഷൻ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കൊല്ലമോ 15 കൊല്ലമോ ഒരു അഡിക്ഷൻ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് നമ്മുടെ ഒരു 21 ദിവസമോ 30 ദിവസമോ ഒന്നും പര്യാപ്തമല്ല. അപ്പം അവർക്ക് നമ്മൾ ഓർക്കണം, ആദ്യത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് അവര് എന്നാ പറയുന്നത്, ഒരു ചെറിയ ഒരു ചേഞ്ച് തോട്ട് വന്നിട്ടേ ഉള്ളൂ. അവര് വിചാരിക്കും, ഞാനിവിടെ വന്ന് നിന്നിട്ട് 2 ആഴ്ച കൊണ്ട് ഓക്കെ ആയല്ലോ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, അപ്പൊ ഞാൻ അന്ന് ഇച്ചിരി കൂടിപ്പോയത് കൊണ്ടാണ്, അപ്പൊ ഇനി ഈ പ്രാവശ്യം പോയിട്ട് ഇച്ചിരി കൺട്രോൾ ചെയ്ത് കുടിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ലിവർ ഫംഗ്ഷൻ ഒക്കെ നോർമലായി, ഡോക്ടറെ ഇനി കാണേണ്ട കാര്യമില്ല, മെഡിസിൻ എടുക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ ആ ഒരു ഓവർ കോൺഫിഡൻസിൽ അവർ പോയി ഒരു ബിയർ കുടിച്ചു നോക്കും, അല്ലെങ്കിൽ വൈൻ കുടിച്ചു നോക്കും, ഒരു പെഗ്ഗാവും. പക്ഷെ അത് കേവല സമയം കൊണ്ട് അവർ പഴയ അതേ അവസ്ഥയിലേക്ക് വരും. രണ്ടാമത് ട്രീറ്റ്മെന്റ് വരുമ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാവുക, സാറെന്ന് പറഞ്ഞല്ലോ ഇത് കൺട്രോൾ ചെയ്ത് ഡ്രിങ്ക് ചെയ്യാൻ എനിക്കിനി ഒരിക്കലും പറ്റൂല, അതാണ് എൻ്റെ ഫാക്ട് എന്നുള്ളത്. ഞാൻ വിചാരിച്ചു എൻ്റെ കള്ള് കുടിച്ച് ഞാൻ മോശമായി, എനിക്ക് കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞാനിനി എപ്പോൾ കള്ള് കുടിച്ചാലും പെട്ടെന്ന് ഞാൻ ആ അഡിക്ഷനിലേക്ക് പോകുമെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുക പല റിലാപ്സിലൂടെ ആയിരിക്കും. പക്ഷെ ആ റിലാപ്സിന്റെ സമയത്ത് പലപ്പോഴും ഫാമിലിയുടെ എക്സ്പ്രസ് ഇമോഷൻ വളരെ പ്രശ്നമാണ്. ഇപ്പൊ റിയാക്ഷൻസ് ഇപ്പൊ ഒരു തവണ നമ്മൾ എത്ര പറഞ്ഞാലും അവര് ഒരു തവണ ആൽക്കഹോള് കഴിച്ചു പോയി, ലാപ്സായി പോയി, അപ്പോൾ എന്നാ പറയുന്നത്, എല്ലാം പോയി എന്ന മട്ടില്, നിങ്ങൾ കാരണം എല്ലാം തീർന്നു മട്ടിലുള്ള സ്ട്രോങ് റിയാക്ഷൻസ് വരുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥയല്ലേ അവരെ കാണിക്കും. നിസ്സഹായാവസ്ഥയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ഓർക്കണം,
ഈ അഡിക്ഷനുള്ള പേഴ്സണെ മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അയാളുടെയുള്ള കൂടെ ജീവിക്കുന്ന ആളുകളുടെ സ്ട്രെസ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പലപ്പോഴും അങ്ങനെ കൂടെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് അവരെ ആ റിയാലിറ്റിനെ ബോധ്യപ്പെടുത്തി. അതായത് ഒരു നമ്മളിപ്പോൾ പറയൂലേ, ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു കുട്ടിയോടൊപ്പം ആണ് ഒരു പേരന്റ് വളരുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോഴാണ് ഒരു പേരന്റ് ജനിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ആൽക്കഹോളിക്കിനൊപ്പമാണ് ഒരു ആൽക്കഹോളിക് വൈഫും. അതൊരു സിൻഡ്രോമാണ്. ആൽക്കഹോളിക് വൈഫ് എന്ന് പറയുന്ന ഒരു സിൻഡ്രോമാണ്. അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ഒരു സണ്ണെന്നോ ഡോട്ടറെന്നോ പറയുന്ന ഒരു സിൻഡ്രോം, ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭയങ്കര ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആൽക്കഹോളിക്കിനെ ട്രീറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ ഈ ഫാമിലിയുടെ ഈ കണ്ടീഷനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട, അതിനെ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ നെഗറ്റീവ് എക്സ്പ്രസ്ഡ് ഇമോഷനും കൂടുതൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് അഡിക്ഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല ശരിക്കും. വ്യക്തിയിലാണ് അഡിക്ഷൻ വരുന്നതെങ്കിലും അതിന്റെ ഇമ്പാക്റ്റ് ഫാമിലിയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ഓർക്കണം, ഈ സൈക്യാട്രിയിൽ മെന്റൽ ഹെൽത്തിൽ എപ്പോഴും മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം മാക്സിമയിലൊക്കെ ഒരു അഡിക്ഷൻ പേഷ്യന്റ് വന്നാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ ലോക്കലി ഉള്ള ആൽക്കഹോളിക് അനോണിമസ് ഒരു മെമ്പറുമായിട്ട് അയാളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കും. കാരണം അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ മെമ്പറെ വിളിക്കണം, ആ മെമ്പറുടെ കൂടെ ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിന് പോകണം. അങ്ങനെ ഒരു 2 വർഷമെങ്കിലും ഒന്ന് സോബറായി നിൽക്കുമ്പോഴാണ് അയാൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക. അപ്പൊ ഇങ്ങനെ ഒരു ജേർണി, ഒരു മെയിൻ്റനൻസ് ജേർണിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ ആൽക്കഹോളിനെ പറ്റി കുറെ സംസാരിച്ചു. പക്ഷെ അതേസമയം ലീഗലി അവൈലബിൾ അല്ലാത്ത എന്നാൽ സുലഭമായിട്ട് ലഭിക്കുന്ന കുറെ ഡ്രഗ്സ്, ഇല്ലീഗൽ ഡ്രഗ്സ് ഉണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ വിളിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. അതെ. സോ ഈ ഒരു ഡ്രഗ്, ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഇത് കമ്പാരിറ്റീവ്ലി ഇപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ലീഗലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണോ അതോ ഈ സിന്തറ്റിക് ഡ്രഗ് പോലുള്ള ഏതാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക, അല്ലെങ്കിൽ റിക്കവറി റേറ്റ് കുറവ്? സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് മെന്റൽ ഹെൽത്ത് ഹസാർഡ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ സോക്കോൾഡ് സിന്തറ്റിക് ഡ്രഗിൽ തന്നെയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ മാക്സിമൈൻഡിനെ തന്നെ എടുത്താൽ നമ്മുടെ ഒരു റേഷ്യോ നോക്കിയാൽ ആൽക്കഹോളിക്സിനെ കഴിഞ്ഞ് കൂടുതൽ ഇപ്പം സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്പറാണ് ഇപ്പൊ കൂടുതൽ. അതും യങ്സ്റ്റേഴ്സ്, സംതിങ് ലൈക്ക് ഒരു 18 to 28 ഏജ് റേഞ്ചിൽപ്പെട്ട യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം, ഈ സിന്തറ്റിക് ഡ്രഗ് നമുക്കറിഞ്ഞല്ലോ അഡിക്ഷൻ ബ്രെയിനെയാണ് ബാധിക്കുന്നത്. ആൽക്കഹോള് പല രീതിയിൽ നമ്മുടെ അതർ ബോഡി പാർട്ടിനെ ബാധിച്ച് ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ സിന്തറ്റിക് ഡ്രഗ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രീനെ അത് മാറ്റും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പല ആൾക്കാരും സൈക്കോസിസ് ഡെവലപ്പായിട്ട് വരുന്നു. അതായത് ഈ നമ്മുടെ സോക്കോൾഡ് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ പറയുന്ന കുറെ സ്ട്രേഞ്ച് ഫീലിംഗ്, ലൈക്ക് എന്നെ ആരോ ഫോളോ ചെയ്യുന്നു, എൻ്റെ തലയിൽ ആരോ ചിപ്പ് വെച്ചിരിക്കുന്നു, ആരോ എന്നെ ഹാം ചെയ്യാൻ വേണ്ടി വരുന്നു, എനിക്കൊരു മെഷീൻ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കാം, ഇങ്ങനെയുള്ള സസ്പീഷ്യസ് ആവുക, എന്നുവെച്ചാൽ സൈക്കോട്ടിക് ആവുക, ഡെലൂഷൻസ് വരിക. അതുപോലെ തന്നെ ഭയങ്കര വയലൻസ്, മൂഡ് ഡിസോർഡർ, മാനിയ സ്റ്റേറ്റുകൾ ഡെവലപ്പ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം പലപ്പോഴും നമുക്കറിയാം പല ആൾക്കാർക്കും മെന്റൽ ഹെൽത്ത് വൾണറബിലിറ്റി ഉണ്ട്, ഹെറിഡിറ്ററി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ കേവലം സിന്തറ്റിക് ഡ്രഗിന് ഉപയോഗം കൊണ്ട് ചില ക്രോണിക് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. ലൈക്ക് ഷോർട്ട് ലീവ്ഡ് സൈക്കോസിസ് അല്ല, ഈ ഹിസ്റ്ററിയുള്ള അല്ലെങ്കിൽ വൾണറബിലിറ്റി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് ക്രോണിക് സ്കീസോഫ്രീനിയയിലേക്കും ബൈപ്പോളർ ഡിസോർഡറിലേക്കും. അപ്പോൾ നമ്മൾ ഓർക്കണം, തൽക്കാലത്തെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ജീവിതം തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യന്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി IIT പഠിക്കുന്ന ആള്, നല്ല സോക്കോൾഡ് ഒരു ഫാമിലിപ്പെട്ട നന്നായിട്ട് പഠിക്കുന്ന ഒരു മോന്. ആ മോൻ അവിടെ ചെന്ന് ഈ പറയുന്ന കാന്നബീസും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ട് ഒരു നൂറ് ബന്ധമില്ലാതെ ക്യാമ്പസിൽ കൂടെ
ഓടി, അവനെ പിടിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി, ഏതോ കാട്ടിൽ കൂടെ ഇറങ്ങി ഓടി, അവൻ്റെ ഫോൺ മണ്ണിനകത്ത് കുടിച്ചിട്ട് ഒളിച്ചിരുന്നു. 2 ദിവസം സെർച്ച് ചെയ്തിട്ടാണ് അവനെ ഈ ഓൺ ദ വേ അവനെ പിക്ക് ചെയ്യാൻ അവർക്ക് കണ്ടുകിട്ടിയത്. അവിടുന്ന് അവനോട് കൊണ്ടുവന്ന് എത്രയോ ദിവസം എടുത്തിട്ടാണ് അവനെ നമുക്കൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെ പറയുന്നത്, എത്രയോ നല്ല ബ്രെയിൻ റിസോഴ്സുകൾ ഇങ്ങനെ ഡ്രെയിനായി പോകുന്നത്, നശിച്ചു പോകുന്നത് കാണുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞ സങ്കടം തോന്നും. അതൊരു വലിയൊരു ചലഞ്ചാണ്. ബട്ട് ഇറ്റ്സ് എ റിയാലിറ്റി. നമുക്ക് അറിയാം, നമ്മൾ ഇങ്ങനെയുള്ള ഡ്രഗുകളെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനകത്ത് ഈ ഡ്രഗ് പ്രിവെൻഷനെ കുറിച്ചുള്ള എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞത്, ഈ നമ്മളിപ്പം ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കസ്റ്റംസ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ആൻറ്റി നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ധാരാളം അവയർനെസ് വെച്ചു. പക്ഷേ എന്തുണ്ടായി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ എംബോസിഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന 4 ഇംഗ്ലീഷ് അക്ഷരമുള്ള മയക്കുമരുന്നിൻ്റെ പേര് നഴ്സറി ക്ലാസ്സിലെ പിള്ളേർ വരെ പറയുന്ന പോലെ പോപ്പുലറായി. പക്ഷേ പലപ്പോഴും ഓർക്കണം, നമ്മുടെ ഈ യങ്സ്റ്റേഴ്സിന് ഒരു 10ാം ക്ലാസ് മുതൽ ഒരു കോളേജ് തലം വരെയുള്ള കുട്ടികളെ നമ്മളെ ബോധവൽക്കരിക്കുമ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവർക്ക് റിസോഴ്സ് കിട്ടും, ഒരു ഒപ്പോസിറ്റ് ഇപ്പം ഇതെന്നെ ഉപയോഗിച്ചാൽ എന്നാ കിട്ടുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇത് കൂട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഒരു ബേസിക് ലെവലാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം മതബോധനങ്ങളൊക്കെ നടക്കുന്നത് പ്രൈമറി ലെവലിലാണ്. അപ്പം പ്രൈമറി ലെവലിൽ, ബേസിക് ലെവലിൽ നമുക്ക് കിട്ടുന്ന കുറേ കൺസെപ്റ്റുകൾ ലൈഫ് ലോങ് നമുക്ക് മാറും. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എന്നാ പറയുന്നത്, ഈ ബ്രെയിൻ എഡ്യൂക്കേഷൻ, മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മുടെ കൊച്ചു കുട്ടികളെ മുതൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഞാനൊക്കെ അതിനകത്ത് കാണുന്ന കാര്യം. അപ്പം അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ കുട്ടികളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് റോൾ പ്ലേ രൂപത്തിൽ, കൊച്ചു കുട്ടികളെ. അപ്പൊ ആ കൊച്ചു കുട്ടികൾ ഓരോ കാര്യം വരുമ്പോ നോ നോ നോ, ഓക്കെ, ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ല. അപ്പൊ ഇതെല്ലാം ബേസിക് ലെവലിലുള്ള എഡ്യൂക്കേഷനെ പ്രൊലോങ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മളത് ഇപ്പം ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ പലപ്പോഴും ഓർക്കണം, ഞാൻ അടുത്തിടയ്ക്ക് കണ്ടിട്ടുള്ളൊരു ഫെനോമിനയാണ്, ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ഫാദർ എന്നെ ബാഡ് ടച്ച് ചെയ്തു, അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അതായത് ആ ഫാമിലിയോട് സംസാരിക്കുമ്പോൾ, ഫാദറിനോട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി അയാൾക്കില്ല. ഫാദറിന് സപ്പോർട്ടാണ്, അതായത് പുള്ളി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ബാക്കിയുള്ള സിബ്ലിങ്സിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്താണത്? അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വലുതായി, അഡോളസെൻ്റായി. പക്ഷേ അവർ പോകുന്ന സമയത്തൊക്കെ അവർ കുട്ടികളാണ്. അപ്പോൾ അവരെ ഹഗ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം കുട്ടികൾ നമുക്ക് കിട്ടുന്ന ബോധവൽക്കരണം വെച്ചിട്ട് മൈ ഫാദർ മേഡ് എ ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ട ജോലിയാണ്. അതായത് ഇൻഫർമേഷൻ ഉള്ളത് റിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളൊരു ബാഡ് ടച്ച് നോ പറയാനായിട്ട് നമ്മുടെ കുട്ടികളെ ശരിക്കും ബേസിക്കലി ഒരു പ്രൈമറി ലെവലിൽ മുതൽ തന്നെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കുട്ടികൾ അക്രമാസക്തരാകുന്നുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ കിടന്നടിയിടുന്നു, സ്കൂളുകളിൽ പ്രശ്നം ഉണ്ടാകുന്നു. അതായത് സിനിമ സ്റ്റൈലാണ്. ഇപ്പൊ മാർക്കോ പോലുള്ള മൂവികൾ, അതിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടൊക്കെ വേറെ ഡിബേറ്റ് നടക്കുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അതേപോലെയുള്ള അക്രമവാസന വെല്ലുവിളിക്കുക, വീട്ടിൽ കയറി തല്ലുക എന്ന് പറയുക, ഇതും ലഹരി ഉപയോഗവും പേരന്റിങ്ങും ആ ഒരു കണക്ഷൻ എന്താണ്? ഇപ്പോഴത്തെ മെൻ്റൽ ഹെൽത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതും നടക്കേണ്ടതുമായൊരു ഈ വിഷയമാണെന്നാണ് ഞാൻ തോന്നുന്നത്. നമുക്കറിയാം, എപ്പോഴും ഒരു സൊസൈറ്റീനെ ഹെൽത്തി ആക്കേണ്ടത് അതിൻ്റെ ബേസിക് ലെവലിൽ നിന്നാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ശരിക്കും ചോദ്യം ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനറേഷൻ ഔട്ടായവരാന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം വരുന്ന ഈ 2000
ശേഷം ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജെൻസി എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് നമ്മളതിനെ കഴിഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ അടുത്തടുത്തിറങ്ങിയ അഡോളസൻ സീരീസിനകത്തൊക്കെ പറയുന്ന പോലെ അപ്പം നമുക്ക് അവരുടെ ഇഷ്യൂസ് മനസ്സിലാകുന്ന പോലുമില്ല. നമ്മൾ വിചാരിക്കുന്ന ക്രൈസിസ് ഒന്നും അല്ല അവരുടെ ക്രൈസിസ്. ദാറ്റ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പം എനിക്കതിനകത്ത് പറയാനുള്ള കാര്യം, നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യാത്ത എന്നാൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ ന്യൂജൻ പേരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം നമ്മുടെ ചൈൽഡ്ഹുഡിലൊന്നും ഇത്രയും സ്ക്രീൻ എക്സ്പോഷർ നമുക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം നമ്മുടെ ലൈഫിൽ കുറവായിരുന്നു. നമുക്കറിയാം ഒരു നോർമലായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മച്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രെയിൻ മച്യൂറേഷനാണ്. അപ്പം നമ്മുടെ ചെറു പ്രായത്തിലൊക്കെയും നമുക്ക് നമ്മുടെ ബ്രെയിൻ മച്യൂറേഷൻ ആകാനുള്ള കുറേ നാച്ചുറൽ പ്രോസസ്സ് ഉണ്ടായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എത്ര ലോങ് പ്രോസസ്സായിരുന്നു. ഇപ്പം ഞാനൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു ക്രൈസിസ് വരുമ്പം എൻ്റെ സിസ്റ്ററോടാണ് അത് ചോദിക്കുന്നത്. അപ്പം ഞാൻ സിസ്റ്റർക്ക് ലെറ്റർ എഴുതും. ആ ലെറ്റർ എഴുതി സിസ്റ്ററിനടുത്ത് എന്നിട്ട് അതിന് മറുപടി വരുമ്പോഴത്തേനും ആ വിഷയമേ മാറിപ്പോയിട്ടുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി ആ വെയിറ്റിംഗ്, ആ ടോളറൻസ് നമ്മുടെ ബ്രെയിൻ ഒരു മച്ചുറേഷൻ തരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊക്കെ ഒരു മോഹൻലാൽ സിനിമ കാണാൻ പോയിട്ട് എത്ര തവണ നമ്മൾ തൊട്ട് മുമ്പിൽ എത്തുമ്പോഴാണ് ഹൗസ്ഫുൾ എന്നുള്ള ബോർഡ് വരുന്നത്. അപ്പം നിരാശയായിട്ട് തിരിച്ചു വരും. ഈ നിരാശകളൊക്കെയും നമ്മുടെ ബ്രെയിനെ മച്ചുറാക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഈ പ്രീഫ്രണ്ടൽ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മച്ചുറേഷൻ്റെ സാധ്യതകളേ ഇല്ല. എല്ലാം ഒറ്റ ക്ലിക്കിൽ അവൈലബിൾ ആകുന്നു. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു നാച്ചുറലായിട്ടുള്ള പേഷ്യൻസ്, നാച്ചുറലായിട്ടുള്ള എൻവയറമെൻറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പേരൻസ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. നാച്ചുറൽ റിവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇന്നലെയും കൂടെ എൻ്റെ ക്ലിനിക്കിൽ വന്നതിനകത്ത് ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് പേടിയാണ്. പേടി എന്ന് വെച്ചാൽ അവന് ഒരു പുതിയ ക്ലാസ്സിലോട്ട് അവനെ ചേർത്തു. അവിടുത്തെ ഏതൊരു കുട്ടി ഇവനെ ഇങ്ങനെ പുറകിൽ നിന്ന് തോണ്ടുന്നു, ഇറിറ്റേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവൻ സ്കൂളിൽ പോകുന്നില്ല. അപ്പം 3 മാസമായി ആ കുട്ടി സ്കൂളിൽ പോയിട്ട്. അപ്പം ഞാൻ അവൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഇവർ പറയുന്നത് അവൻ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ യഥാർത്ഥ പ്രശ്നം ഈ കുട്ടി എത്രയോ നാളായി സ്ക്രീൻ അഡിക്റ്റ് ആണെന്നറിയോ. എന്ന് വെച്ചാൽ ഇവർ താമസിക്കുന്ന ഏരിയ ഒരു വൾണറബിൾ കമ്മ്യൂണിറ്റി ഏരിയ ആണ്. അപ്പൊ ഇവന്റെ മദറിനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ഫാദറിന്റെ കമ്മ്യൂണിറ്റി ആൾക്കാർ ഇഷ്ടമല്ല. അപ്പൊ മദർ ഇവൻ മറ്റുള്ളവരിലേക്ക് കളിക്കാനും എക്സ്പോസ്ഡ് ആവാതിരിക്കാനും മദർ കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത് അവന് TV വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ വീട്ടിൽ 2 TV ഉണ്ട്. അതായത് റൂമിലൊരു TV ഉണ്ട്, അത് കുട്ടിക്ക് സൗകര്യം പോലെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവന്റെ സംസാരം തന്നെ ഒരു കാർട്ടൂൺ ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ കുട്ടി TVയും ഫോണും ഇതാണ് ഈ കുട്ടിയുടെ എന്റർടൈൻമെന്റ്. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ആ പുതിയ സ്കൂളിലോട്ട് ചെന്നപ്പം ആ സ്കൂളിൽ ഉണ്ടാകുന്ന തട്ടും മുട്ടും അല്ലെങ്കിൽ പല ടൈപ്പുള്ള ആൾക്കാരൊന്നും ഇവന് ഡൈജസ്റ്റ് ആകുന്നില്ല. അപ്പൊ ഇവനെന്ത് ചെയ്യുവാണ്, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് പോകാതിരിക്കുന്നു. ഇപ്പൊ വയറുവേദനയാണ്, തലവേദനയാണ്. അപ്പൊ എന്നിട്ട് ഇവൻ ചെയ്യുന്നത് ആ സ്കൂൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ TV ചലുവാക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചൊന്നും. അപ്പം ഇവൻ്റെ ഫാദറിനോട് ഞാൻ ചോദിച്ചു, ഇവൻ ഇത്ര TV ഉപയോഗിക്കുന്നത് ദോഷമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പം ഫാദർ പറഞ്ഞ അതിൻ്റെ പേര് ഞാനും വൈഫ് തമ്മിൽ വഴക്കാണ്. വൈഫ് പറയുന്നത് നമുക്ക് ഈ ഒരു മോനേ ഉള്ളൂ, അവൻ്റെ മനസ്സ് വിഷമിക്കല്ലേ, അമ്മ കുറച്ച് വലുതാകുമ്പോൾ ശരിയായിക്കൊള്ളും. അപ്പം ഫാദറിന് ബോധമുണ്ടെങ്കിലും മദർ ഒട്ടും വില്ലിങ് അല്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പേരൻ്റൽ എഡ്യൂക്കേഷനെ ഇപ്പം ഞാൻ അടുത്ത സെഷനകത്ത് മദറിനോട് വരാൻ പറഞ്ഞിരിക്കുക. മദറിനെ ഇരുത്തി കുറച്ച് പേരൻറ്റിങ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ കേസിനകത്ത് ഇൻ്റർവെൻഷൻ. അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ കുട്ടിയുടെ ബാക്കി ഏതൊരു ഇൻ്റർവെൻഷനും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓർക്കണം, ഈ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ഒരു വെർച്വൽ വേൾഡിലെ സ്പീഡായിട്ടുള്ള, ക്വിക്കായിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവരുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പുറത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ ആ പുറത്തെ ലോകത്തെ എല്ലാം ഡള്ളാണ്, സ്ലോയാണ്. അപ്പം ദേ ആർ ഓട്ടോമാറ്റിക്കലി ദെയർ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു
ഈ ഈ ഈ സ്ക്രീൻ ആണ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കാണുന്ന ഓരോ കാര്യങ്ങൾ എടുക്കുക. ഇപ്പം നമ്മൾ മാർക്കോയുടെയും മറ്റ് സിനിമകളുടെയൊക്കെ സ്വാധീനം പറയുന്നു. എനിക്കൊക്കെ മാർക്കോയെ കഴിഞ്ഞു. മാർക്കോ കണ്ടിട്ടുള്ള എത്ര കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഈ മാർക്കോ ഇറങ്ങിയിട്ട് മുതൽ തന്നെ വയലൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പല ആൾക്കാരും കാണാൻ പോയതും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കണ്ടതിനെ കഴിഞ്ഞ് കാണാത്തവരാണ് കൂടുതൽ. പക്ഷെ അത് കണ്ടതുകൊണ്ടാണ് അക്രമം എന്ന് പറയുന്നതൊക്കെ നല്ലത്. നമ്മളറിയാതെ എത്രയോ ഗെയിമുകൾ നമ്മുടെ കുട്ടികളെ കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള, അതായത് കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് ഈ കില്ലിങ് ടൂളുകളും ഇടി ഹിറ്റിംഗ് ഒക്കെയാണ്. അപ്പൊ ഇത് കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുക ഒരു റിലേറ്റഡ് ലേണിംഗ് നടക്കുന്നുണ്ട്. അവനെ ആരെങ്കിലും ഒബ്ജക്റ്റ് ചെയ്താൽ റിയാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്കറിയാം പണ്ടത്തെ പോലല്ല. പണ്ട് എനിക്കൊരാളോട് ദേഷ്യം വന്നാലും അവനിട്ട് 2 എണ്ണം കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയാലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷെ ഇപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളെ താമരശ്ശേരിയിൽ നെഞ്ചക്കൊണ്ട് അടിച്ച പയ്യനെടുത്താൽ അവർക്കൊക്കെയുള്ള ഗ്രൂപ്പുകൾ, ഇപ്പം നമുക്ക് തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്ത് അവനോട് അടിക്കാനുള്ളൊരു ഗ്രൂപ്പായി, കമ്മ്യൂണിക്കേഷനായി, അക്സസ് വലുതായി. അപ്പം ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ സ്വാധീനങ്ങളെ ഏതെങ്കിലും സ്കൂളിലെ ടീച്ചർക്കോ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ ചെയ്യാൻ പറ്റുന്നതല്ല. മറിച്ച് അതിൻ്റെ ബേസിക് ഫങ്ഷൻസിനെ മോണിറ്റർ ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത് ഹോം എൻവയറമെൻറ്റ് തന്നെയാണ്. ആ ഹോം സ്കൂളിങ് പ്രോപ്പർ ആകാത്തത് നമ്മുടെ ജനറേഷനും വല്ലാത്ത കുഴപ്പമുണ്ടാകുന്നുണ്ട്. അവിടെയും നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിനകത്തല്ല ഇരിക്കുന്നത്. ഇതും ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഈ കോവിഡ് അനന്തരം ഉണ്ടായിട്ടുള്ള സാമൂഹ്യ ക്രമത്തിലെ മാറ്റത്തിനോട് ആരും തന്നെ പൊരുത്തപ്പെട്ടിട്ടില്ല. അപ്പം നമുക്കൊക്കെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇതെല്ലാവരിലേക്കും എത്തി വരാനായിട്ട് സമയമെടുക്കും. ഇതൊരു അനിവാര്യമായൊരു ട്രാൻസിഷൻ ഫേസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്യേണ്ട, നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു മേഖലയാണ് ഈ ന്യൂജൻ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും അവരുടെ ചേഞ്ചസും. ഒരു സൈഡിൽ ഈ അക്രമ കാര്യങ്ങളെ പറ്റിയുള്ള ന്യൂസും വീഡിയോയും വൈറലാവുന്നതോടൊപ്പം തന്നെ എന്നാൽ അത്ര വൈറലാക്കാതെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഒരു ആത്മഹത്യയെങ്കിലും കാണാറുണ്ട്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരാൾ അവരുടെ ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷന് അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളും കാണും. പക്ഷെ ഇപ്പുറത്ത് ജീവിക്കാനുള്ള കാരണങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആത്മഹത്യ ശ്രമം അല്ലെങ്കിൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന ഒരാൾ, അവർക്ക് എങ്ങനെ നമുക്കൊരു ഹെൽപ്പ് ഓഫർ ചെയ്യാൻ പറ്റും? അതിനകത്ത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത കേരളം ഇന്ത്യയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എത്രയും ബോധവൽക്കരണം ഉണ്ടായിട്ടും ഇപ്പം ഒരിടയ്ക്ക് ഞങ്ങൾ PG പഠിക്കുന്ന കാലത്ത് ഓർക്കുമായിരുന്നു, ഏതോ ഒരു പുറത്തുനിന്ന് ഒരു ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുട്ടികൾ കേരളത്തിൻ്റെ ഈ സൂയിസൈഡിൻ്റെ ഫെനോമിന പഠിക്കാനായിട്ട് വന്നത് ഞാനിപ്പോൾ ഓർക്കുക. ഈ നമ്മുടെ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ചലഞ്ചാണ് നമ്മളെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും മെൻ്റലി സൗണ്ട് ആണെന്നുള്ളതാണ്. അപ്പം എനിക്ക് തന്നെ ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു ഫെനോമിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണുന്നതിനെ കഴിഞ്ഞും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമായിട്ട് അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളിനകത്ത് ഇപ്പം നമ്മളിപ്പം വയനാട്ടിലും നമ്മുടെ മലയോര പ്രദേശങ്ങളിലും കൃഷിനാശം സംഭവിച്ച് സൂയിസൈഡ് ചെയ്യുന്ന കർഷകരുടെ കാര്യം മുതലിങ്ങോട്ട് നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ക്ലിനിക്കലി അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഈ സൂയിസൈഡിനകത്തുണ്ട്. ഒരുപാട് പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെയും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എനിക്കൊന്ന് മാസ്റ്റർ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു എക്സാക്ട്ലി അതെല്ലാം ഒരു ഫെനോമിനയാണ്. പിന്നെ അതിനെ കഴിഞ്ഞും ഉപരിയായിട്ടൊരു സംഗതി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ സൂയിസൈഡ് വർദ്ധിക്കാനുള്ള ഒരു കാരണം, ഞാൻ ബേസിക്കലി ഒരു CBT ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് കാണുന്നൊരു കാര്യം നമ്മുടെ ഈ മോഹഭംഗങ്ങളാണ്. അപ്പം നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത് ചെറിയ ജീവിതമല്ല. നമ്മളൊക്കെ ഈ ഒരു ഗ്ലോബൽ ലൈഫാണ് കാണുന്നത്. എന്നാൽ അത്രയും കോമ്പീറ്റൻ്റ് ആയിട്ട് ഉള്ള ഒരു സോഷ്യൽ മേക്കപ്പ് ഒട്ടും നമുക്ക് ആയിട്ടില്ലതാണ്. ഈ ഒരു ഗ്യാപ്പ്, ഒരു ഐഡിയൽ എക്സ്പെക്റ്റേഷനും ഒരു റിയൽ സ്റ്റേറ്റുമായിട്ടുള്ള ഒരു അന്തരം, അത് നമ്മളെ പലരെയും വളരെ മെൻ്റലി വൾണറബിൾ ആക്കുന്നുണ്ട്. അത് പലതരത്തിൽപ്പെട്ട ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഈ പലതരത്തിൽപ്പെട്ട ഇപ്പം നമ്മുടെ കേരളം പോലത്തെ സ്ഥലത്ത്
ഈ സൂയിസൈഡുകൾ പലപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള സൂയിസൈഡുകളെ കുറിച്ചുള്ള വർണ്ണനകൾ അത് നമുക്കറിയാം ഒരു തരത്തിൽപ്പെട്ട ഒരു പ്രസിദ്ധിയും കൂടെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്നാണ് പറയുന്നത്, ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള കുറെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറുകൾ സാറിപ്പോ പറഞ്ഞൊരു കാര്യത്തില് വളരെ പ്രശസ്തരായിട്ടുള്ള ഇപ്പം അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ ഹിറ്റായി നിൽക്കുന്ന സിനിമയുടെ എഡിറ്റർ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഇപ്പം ആൾക്കാർ അതിനെ കോറിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇത്രയും സക്സസ്ഫുൾ ആയ ഒരാള് അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അയാൾ ആത്മഹത്യ ചെയ്ത്, പിന്നെ നമ്മൾ ചെയ്താൽ എന്താ? അതന്നെ. അപ്പൊ അത്തരത്തിലുള്ള സൂയിസൈഡ് ആഘോഷങ്ങളും ഒരു പരിധി വരെ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ TV ഓഫ് ചെയ്താൽ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാണ്. അതായത് അതെങ്ങനെയാണ് അത്ഭുതത്തോടെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതായത് ഒരു സൂയിസൈഡ് പോലെയുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഒരു ക്രൈസിസ് ഒരു കുഞ്ഞുങ്ങൾക്ക് ഇത്ര ചെറുപ്പത്തിലെ അനുഭവിക്കാൻ പറ്റുന്നത്. പക്ഷെ പലപ്പോഴും അത് ഒരു നമുക്കുണ്ടാകുന്ന ഒരു ക്രൈസിസിനപ്പുറത്തേക്ക് അതൊരു പോപ്പുലർ ഒരു ഒബ്ജക്ഷൻ ഒരു ടൂളായി മാറിയിരിക്കുന്നു. അതായത് എനിക്കൊരു കാര്യത്തെക്കുറിച്ചൊരു എക്സ്ട്രീം എന്ന് വെച്ചാൽ ആളുകളെ പേടിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂളായി സൂയിസൈഡ് മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു ഫാക്ടറാണ്. 2, നമുക്കറിയാം അതിനെ നമ്മൾ പേടിക്കുന്നു. അത് വെച്ചിട്ട് ആളുകൾ പലതരത്തിൽപ്പെട്ട ഇമോഷണൽ ഗെയിനുകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇത് ഒരു പാറ്റേണായി മാറി പതുക്കെ എപ്പോഴൊക്കെ ഞാനൊരു മെൻ്റൽ ക്രൈസിസിൽ പെട്ടാലും ഈ സൂയിസൈഡ് എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് വരുന്നു, ഒരു ടൂളായിട്ട് മാറുന്നു. അതൊക്കെയും സൂയിസൈഡിനകത്ത് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ അതിനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് തന്നെ കാണണമെന്നാണ് ഞാൻ. അപ്പം ഒരു കുട്ടി എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പേരൻസിനോട് ഒരു ത്രട്ടണിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അഡോളസെൻസ് അവരുടെ കൂട്ടുകാരോടോ ടീച്ചറിനോടോ എനിക്ക് മരിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ അതൊക്കെ ഒരു തമാശ വിഷയമാക്കി തള്ളാതെ അതൊരു നോട്ടബിൾ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചായിട്ട് കാണുകയും ആ ഒരു ഫോക്കസിനകത്തുനിന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കൺസിഡർ യുവർ ചൈൽഡ് ആസ് യുവർ ഫ്രണ്ട്. അവൾ ശരിക്കും ഇന്നലെ വൈകിട്ട് ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്. കുട്ടിയുടെ ഈ മൊബൈൽ യൂസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഒരു ക്ലയന്റ് തീരുമാനിക്കുകയാണ് എനിക്ക് മാക്സിമം മനസ്സിലായി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രീറ്റ്മെന്റ് വേണം. അപ്പോൾ അത് കവർ ആകപ്പെടുന്ന ഇൻഷുറൻസോ എന്തെങ്കിലും ഗവൺമെന്റ് സ്കീംസോ അവൈലബിൾ ആണ്. പക്ഷെ പല ആളുകൾക്കും ഇങ്ങനെ ഒരു റിമോട്ട് ഏരിയയിൽ വന്ന് താമസിച്ച് സർവീസ് കൊടുക്കുക പലർക്കും പോസിബിൾ അല്ല.